നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. രാജ്യതലസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച, രാജ്യാന്തര തലത്തിൽ പോലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമായിരുന്നു BJP നേതാവും ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനുമായ ബ്രിജ്ഭൂഷണെതിരായിട്ടുള്ള ലൈംഗിക പരാതി. ഡൽഹിയിൽ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ബ്രിജ്ഭൂഷന്റെ രാഷ്ട്രീയ ഭാവി പോലും തുലാസിലായി. ഒടുവിൽ ലൈംഗിക അതിക്രമ പരാതിയിൽ ബ്രിജ്ഭൂഷനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ഡൽഹി വിചാരണ കോടതിയാണ് ബ്രിജ്ഭൂഷനെ വെറുതെ വിട്ട് ഉത്തരവിട്ടിരിക്കുന്നത്. മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനാണ് ബ്രിജ്ഭൂഷൺ. താരങ്ങൾക്ക് നേരെ ബ്രിജ്ഭൂഷൺ ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു കേസ്. ഗുസ്തി താരങ്ങളുടെ സമരത്തിന് വഴിവെച്ച സംഭവമായിരുന്നത്. 6 ഗുസ്തി താരങ്ങളാണ് ബ്രിജ്ഭൂഷണെതിരെ പരാതി ഉന്നയിച്ചത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമേന്ദ്രൻ ചെയ്യുന്നുണ്ട്. രഞ്ജിത്ത്, വലിയ കോലാഹലങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നതാണ്. പ്രത്യേകിച്ചും ഒരു ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷൻ BJPയുടെ MP ആയിരുന്നു. അങ്ങനെ വലിയ സ്വാധീനമുള്ളൊരു വ്യക്തിക്കെതിരെ ഗുസ്തി താരങ്ങൾ, വനിതകളടങ്ങുന്ന ഗുസ്തി താരങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. ആ പ്രതിഷേധത്തെ എങ്ങനെയാണ് നേരിട്ടതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചൊരു കേസ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബ്രിജ്ഭൂഷൺ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ കോടതി വിധിയുടെ വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും ടോം, ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ പ്രതിരോധത്തിലായ ഒരു സംഭവവും എതിർപക്ഷം, പ്രത്യേകിച്ചും പ്രതിപക്ഷം വലിയ ആയുധമാക്കിയ ഒരു സംഭവമായിരുന്നു ബ്രിജ്ഭൂഷണുമായി ബന്ധപ്പെട്ട ഗുസ്തി താരങ്ങളുടെ പരാതികൾ. വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ 6 പരാതികളുടെ അടിസ്ഥാനത്തിൽ 2023 ഏപ്രിൽ 28-നാണ് ഡൽഹിയിലെ കനോട്ട് പ്ലേസ് പോലീസ് സ്റ്റേഷനിൽ ബ്രിജ്ഭൂഷണും ഒപ്പം വിനോദ് തോമറിനുമെതിരെ ആദ്യമായിട്ട് FIR രജിസ്റ്റർ ചെയ്യുകയും മറ്റും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നത്. ബ്രിജ്ഭൂഷൺ നമുക്കറിയാം, ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് ഏറെ അപ്രമാദിത്വമുള്ള തലപ്പത്തുള്ള ഒരു വ്യക്തിയായിരുന്നു. ഗുസ്തി ഫെഡറേഷൻ്റെയൊക്കെ അവസാന വാക്കും ബ്രിജ്ഭൂഷണായിരുന്നു. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട BJP നേതാക്കളുടെയൊക്കെ അടുപ്പക്കാരൻ കൂടിയായിരുന്നു ബ്രിജ്ഭൂഷൺ MP എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പരാതിയും ഇതുമായി ബന്ധപ്പെട്ട് വന്നതോടുകൂടിയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കുഴപ്പത്തിലേക്ക് മാറുകയും ബ്രിജ്ഭൂഷൺ പ്രതിരോധത്തിലാവുകയും മറ്റും ചെയ്യുന്നത്. തുടർന്ന് 6 വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി അതിക്രമിച്ചു, പിന്തുടർന്ന് ശല്യപ്പെടുത്തി എന്ന തരത്തിലുള്ള പരാതികളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നത്. 2023 ജൂണിൽ ഡൽഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് 1500 പേജുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗുസ്തി താരങ്ങൾ, റഫറി, കോച്ച്, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരുൾപ്പെടെ 22 പേരുടെ സാക്ഷിമൊഴികൾ കൂടി രേഖപ്പെടുത്തിയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുകയും മറ്റും ചെയ്തത്. പിന്നീട് പരാതിക്കാരിയായ, നേരത്തെ പറഞ്ഞ പ്രായപൂർത്തിയായ പെൺകുട്ടിയും പിതാവും ഈ കേസ് പിൻവലിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങിയതാണ് ബ്രിജ്ഭൂഷണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വഴിത്തിരിവായി മാറുകയും സഹായകരമായി മാറുകയും മറ്റും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. തുടർന്ന് ഈ പോക്സോ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും മറ്റുമായിരുന്നു. ബ്രിജ്ഭൂഷണെതിരെ തെളിവുകളൊന്നുമില്ല എന്ന് പോലീസ് ആ ഘട്ടത്തിൽ വ്യക്തമാക്കുകയും മറ്റും ചെയ്തു. തുടർന്ന് 2023 ഓഗസ്റ്റ് 1 കോടതിയിലെ അടച്ചിട്ട മുറിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വാദം നടക്കുകയും പോലീസിന്റെ ഈ വേർഷൻ കോടതിയെ അറിയിക്കുകയും മറ്റുമായിരുന്നു ചെയ്തത്. 2024 മെയ് മാസത്തിൽ ഡൽഹി പോലീസ് ബ്രിജ്ഭൂഷണെതിരെ മറ്റൊരു ലൈംഗിക അതിക്രമം എന്ന വിഷയത്തിൽ മറ്റൊരു കേസ് കൂടി ചുമത്തുന്ന പശ്ചാത്തലമുണ്ടായി. അത്തരത്തിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ബ്രിജ്ഭൂഷന്റെ പലതരത്തിലുള്ള വാദങ്ങൾ, ഡിഫൻസ് വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടക്കുകയും മറ്റും ചെയ്തത്. ഏതായാലും വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായി. തെരഞ്ഞെടുപ്പിന് മുൻപ് BJP അടക്കം പ്രതിസന്ധിയിലാകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. ആ കേസിലാണ് ഏറ്റവും ഒടുവിൽ ഇത്തരമൊരു വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും മറ്റും ചെയ്തത്. ഇപ്പോൾ ബ്രിജ്ഭൂഷൺ യാദവിന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് തന്നെ തൂക്കിലേറ്റണമെന്നും ജീവനോടെ കത്തിക്കണം എന്നും മറ്റും ആവശ്യപ്പെട്ട നിരവധി ആളുകളുണ്ട്. ഇവർ ആത്മപരിശോധന നടത്തണമെന്നാണ് ഇപ്പോൾ ബ്രിജ്ഭൂഷൺ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അനുയോജ്യമായ സമയം വരുമ്പോൾ ഇതിനെല്ലാം മറുപടി നൽകും എന്നും ബ്രിജ്ഭൂഷൺ യാദവ് പറയുകയായിരുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഈ വിധി വന്ന ശേഷം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ നമുക്കറിയാം, 2023 രാജ്യത്തെ പ്രധാനപ്പെട്ട ഗുസ്തി താരങ്ങൾ, പ്രത്യേകിച്ചും വിനേഷ് ഫോഗട്ട്, സാക്ഷി മാലിക്, ബജ്രംഗ് പൂനിയ തുടങ്ങിയവർ ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിൽ സമരം നടത്തിയതൊക്കെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വഴിവെക്കുകയും മറ്റും ചെയ്തിരുന്നു. രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലമൊക്കെ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഈ വർഷങ്ങൾ നീണ്ട
നിയമപോരാട്ടങ്ങൾക്ക് ഒടുവിൽ കേസിൽ തെളിവില്ല എന്ന് കണ്ടെത്തുകയാണ്. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെയും മുൻ ഗുസ്തി ഫെഡറേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് തോമറിനെയും കോടതി വെറുതെ വിടുന്ന ഒരു സാഹചര്യം കൂടി പ്രധാനമായി ഉണ്ടാകുന്നു. രണ്ടുപേർക്കും ആശ്വാസകരമാണ്. ഒപ്പം BJPക്കും ഇതുമായി ബന്ധപ്പെട്ട ഈ കോടതി വിധി അനുകൂലമായി മാറുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വലിയ തോതിലുള്ള ആരോപണം ഉയർന്ന സംഭവം, ലൈംഗിക പീഡനമെന്ന രീതിയിൽ ഗുസ്തി ഫെഡറേഷൻ പോലും പ്രതിക്കൂട്ടിലാകുന്ന സംഭവത്തിലേക്ക് വന്ന വിഷയത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ബ്രിജ്ഭൂഷണ് അനുകൂലമായി വന്നിരിക്കുന്നത്. ടോം, അതാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ BJPയെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായൊരു ആശ്വാസകരമായിട്ടുള്ള വിധിയാണിത്. പക്ഷേ നമുക്കറിയാം രഞ്ജിത്ത്, വിനേഷ് ഫോഗട്ട് ഇത് ഈ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. പിന്നീട് അത് കോൺഗ്രസിന്റെ അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നവരെ MLA ആകുന്നു. അങ്ങനെ ഈ ഒരു സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഈ വിനേഷ് ഫോഗട്ടിനെ വേട്ടയാടി എന്ന രീതിയിലൊക്കെ പല രീതിയിലും ചർച്ചകൾ ഉണ്ടായി. അത്തരം ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർന്നു വന്നൊരു സംഭവം കൂടിയാണിത്. എന്തായാലും ഈ ഗുസ്തി താരങ്ങളുടെ ഈ സംഭവത്തിന് ശേഷം എന്തായാലും ബ്രിജ്ഭൂഷന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ഗുസ്തി താരങ്ങളുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ടോ? അവരുടെ തുടർ നീക്കം എന്തായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു നിയമ പോരാട്ടം തുടരാനായിരിക്കുമോ നീക്കം? സാധ്യതകളുണ്ട് ടോം. കാരണം ജന്തർ മന്ദറിലടക്കം വലിയ സമരമുഖം തുറന്ന ഒരു സംഭവമായി കൂടി ഈ വിഷയം മാറിയ ഒരു പശ്ചാത്തലം വന്ന് ഒരുങ്ങിയതാണ്. വലിയ പിന്തുണ കായിക താരങ്ങളിൽ നിന്നൊക്കെ വലിയ പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. പക്ഷേ പതിയെ ഇവരൊക്കെ പുറകോട്ട് പോകുന്ന സാഹചര്യവും നമ്മൾ കണ്ടിരുന്നു. 2023 ഈ വിവാദം ഉയരുകയും മറ്റും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. 2016 ഉണ്ടായ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചത്. അതിപ്പോൾ റെസ്റ്റോറൻറ്റിലടക്കമുള്ള സ്ഥലങ്ങളിൽ വെച്ച് ലൈംഗിക അതിക്രമം നടക്കുകയും പരിശീലന സ്ഥലത്ത് ലൈംഗിക ചുവടെ സംസാരിക്കുകയും മറ്റും ചെയ്തു എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അന്ന് ഈ ഡൽഹി പോലീസൊക്കെ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ വകുപ്പുകൾ ഇടുകയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും മറ്റും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അന്ന് പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുകയും നേരത്തെ ടോം പറഞ്ഞതുപോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായൊക്കെ ഇതിൽ ഒരു ഇര മത്സരിക്കുന്ന സാഹചര്യമൊക്കെ ഒരുങ്ങുകയും ചെയ്ത പശ്ചാത്തലമൊക്കെ ഒരുങ്ങിയിരുന്നു. പക്ഷേ അതിനുശേഷം ഈ കേസ് അത് കോടതിയിലെത്തുകയും ബ്രിജ്ഭൂഷണൊക്കെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. BJPയുടെ പരമാവധി പിന്തുണ തങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവിനുണ്ടായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അപ്പോഴൊക്കെ ഈ നിയമവഴി ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നും കോടതിയുടെ തീരുമാനം എന്തായിരിക്കുമെന്നുള്ളതൊക്കെയുള്ള ഒരു പരിഭ്രാന്തിയും മറ്റും ഈ പ്രതിക്കും മറ്റും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബ്രിജ്ഭൂഷണുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ കോടതിയുടെ തെളിവുകളൊന്നുമില്ല എന്ന് കണ്ട് കോടതി വെറുതെ വിടുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ രക്തത്തിനായി പലരും ദാഹിച്ചിരുന്നു, തന്നെ കൊടുക്കാൻ പലരും ശ്രമിച്ചിരുന്നു എന്നൊക്കെ ബ്രിജ്ഭൂഷൺ അതിനുശേഷം പറയുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. ഏതായാലും ഡൽഹിയിലെ വിചാരണ കോടതി ഇത്തരത്തിൽ ഈ വിഷയത്തിൽ തെളിവില്ല എന്ന് കണ്ടെത്തുകയും മറ്റുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. FIR അടക്കമുള്ള കാര്യങ്ങളിൽ കോടതിയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടും ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷ പദവി നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന് പിന്നെ MP ആയി തുടരാൻ കഴിഞ്ഞില്ല. അങ്ങനെ രാഷ്ട്രീയ ഭാവി പോലും ബ്രിജ്ഭൂഷണെ സംബന്ധിച്ച് രാഷ്ട്രീയ ഭാവി പോലും അവസാനിച്ചതാണ്. സ്വാഭാവികമായും ഈ കേസിൽ കുറ്റവിമുക്തനായതോടുകൂടി വീണ്ടും ഈ അധികാര സ്ഥാനങ്ങളിലേക്ക് ബ്രിജ്ഭൂഷൺ എത്തുമെന്ന് കരുതണമോ? അങ്ങനെ കരുതണം. കാരണം ബ്രിജ്ഭൂഷൺ യാദവ് എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള, UPയിലൊക്കെ ഏറെ സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം വർഷങ്ങളായി തന്നെ BJPയുടെ MP ആയി നിൽക്കുന്ന ആൾ. ഒപ്പം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ചും ഭരണപരമായൊക്കെ ഒരുപാട് തരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരാൾ കൂടിയായിരുന്നു എന്നുള്ളതാണ്. വളരെ പെട്ടെന്നാണ് ഇത്തരം ചില ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരുന്നത്. അതിനുശേഷം രാഷ്ട്രീയത്തിൽ നടക്കം മാറി നിൽക്കുകയും ഈ വിഷയത്തിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്ന സമയം വരെ താൻ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവില്ല, ഉണ്ടാവില്ല എന്നൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ്. ഇപ്പോൾ ഈ കോടതി വിധി എന്ന് പറയുന്നത് അത് സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന ഒരു സാഹചര്യം ഒരുങ്ങി വരികയാണ്. അത് മാത്രമല്ല ആശ്വാസകരമാണ്. ഇപ്പോൾ താരങ്ങൾ അപ്പീലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ കൂടി ഒരു വിശദീകരണം ലഭിക്കാനുണ്ട്. ഏതായാലും അവർ പോരാട്ടം ഒരു ഘട്ടത്തിൽ അവസാനിപ്പിച്ച മട്ടൊക്കെ ആയിരുന്നു. പക്ഷേ അപ്പോഴും ഈ കോടതി വിധി വന്ന ശേഷം അപ്പീലുള്ള സാധ്യതകളുണ്ട്. അത് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി
കാണേണ്ടി വരും. ഏതായാലും ബ്രിജ്ഭൂഷൺ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ കോടതി വിധിയാണ്. രാഷ്ട്രീയപരമായി ഒരുപക്ഷെ പൊതുമധ്യത്തിലേക്ക് വരാനും കാര്യമായി ഇടപെടാനുമൊക്കെയുള്ള സാഹചര്യം ഒരുക്കുന്ന ഒന്നാണ്. പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ, അതിനുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. BJPക്കും വലിയ ആശ്വാസമാണ് ഈ കോടതി വിധി എന്ന് വേണം തൽക്കാലം കരുതാൻ. കാരണം അവരുടെ പ്രമുഖ നേതാവാണ് ഇത്തരത്തിൽ ആരോപണത്തിൽ പെടുകയും വിചാരണ നേരിടുകയും മറ്റും ചെയ്ത് അതിനുശേഷം തെളിവുകളില്ല എന്ന് പറഞ്ഞ് ഒരു കോടതി ഈ വിഷയം മാറ്റിവെക്കുമ്പോൾ സ്വാഭാവികമായും അത്തരം ചില സൂചനകൾ കൂടി ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ബ്രിജ്ഭൂഷൺ സംബന്ധിച്ചിടത്തോളം ഒരു ഉയർത്തെഴുന്നേൽപ്പായി ഇത് മാറുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ടോം. യെസ്, വ്യക്തമാണ്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇനി ഗുസ്തി താരങ്ങളുടെ നിലപാട് എന്തായിരിക്കും? നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമോ എന്നാണ് അറിയേണ്ടത്. കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിവെച്ച മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 9 പ്രതികൾക്ക് ജാമ്യം. ഹൈക്കോടതി ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ കഴിഞ്ഞ 66 ദിവസങ്ങളായി പ്രതികൾ റിമാൻഡിൽ കഴിയുന്ന സാഹചര്യവും കേസിന് അന്വേഷണം നിലവിൽ അവസാന ഘട്ടത്തിൽ എത്തിയതും കണക്കിലെടുത്താണ് ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. അതേസമയം കേസിലെ പ്രധാന വകുപ്പായ വധശ്രമ കുറ്റം പ്രഥമദൃഷ്ട്യാ പ്രതികൾക്കെതിരെ നിലനിൽക്കുന്നില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത് കേസിൽ പ്രോസിക്യൂഷന് വൻ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെയും ഔദ്യോഗിക വാഹനങ്ങളെയും തടഞ്ഞു നിർത്തി ആക്രമിച്ച പ്രതികളുടെ നടപടി അതീവ ഗൗരവമുള്ള കുറ്റകൃത്യമാണെന്ന് കോടതി എടുത്തു പറയുകയും ചെയ്തു. നേരത്തെ കേസിൽ അറസ്റ്റിലായ CPM പ്രവർത്തകർ സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ 2 വട്ടമാണ് സെഷൻസ് കോടതി തള്ളിയത്. തുടർന്നാണ് പ്രതികൾ കൂട്ടത്തോടെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, എന്തായാലും ഈ പ്രതികളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്, പ്രോസിക്യൂഷനെ സംബന്ധിച്ച് തിരിച്ചടി. കാരണം ഇവിടെ ഈ വധശ്രമ കുറ്റം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ നടപടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ടോമി, കേസിലെ ഹൈക്കോടതി എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ കേസ് നിസ്സാരമല്ല, ഗൗരവതരം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ തടയുക, അവർക്കെതിരെ അതിക്രമം നടത്തുക, അവരെ വാഹനങ്ങൾ തകർക്കുക, ഇതെല്ലാം തന്നെ ഗൗരവ സ്വഭാവമുള്ളൊരു കേസ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിൽ ചുമത്തിയിരിക്കുന്ന വധശ്രമം ഉള്ള കാര്യങ്ങളുണ്ട്, അത് നിലനിൽക്കില്ല. കാരണം ഇവരുടെ ഉദ്യോഗസ്ഥരുടെ മെഡിക്കൽ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വധശ്രമം നടന്നതായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മാരകമായ പരിക്കുകളുള്ള കാണുന്നില്ല. അതുകൊണ്ടാണ് അതിൽ വധശ്രമം നിലനിൽക്കില്ല എന്നത്, ആ ഒരു വകുപ്പ് നിലനിൽക്കില്ല എന്നത് കോടതി പറയുന്നത്. അവരുടെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കൊണ്ട് അവരുടെ വൈദ്യ പരിശോധനാ ഫലങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് കോടതി അങ്ങനെ ഒരു കാര്യമെടുത്തത്. മറ്റൊന്ന്, ഇവർ ജാമ്യത്തിലേക്ക് പോകാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ 67 ദിവസമായി ഇവർ ജയിലിൽ തുടരുകയാണ്. സെഷൻസ് കോടതി 2 വട്ടം ഇവരുടെ ജാമ്യാപേക്ഷകൾ തള്ളിക്കളയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇവർ മേൽക്കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ 67 ദിവസമായി ഇവർ ഇങ്ങനെ തുടരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരുന്നത് വധശ്രമമാണ്. അത് നിലനിൽക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വൈദ്യപരിശോധന റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് കോടതി പറയുകയും അത് അടയാളപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് ജാമ്യം അനുവദിക്കുന്ന രീതിയിലേക്ക് കോടതി പോകുന്നത്. കർശനമായ ഉപാധികൾ ഈ ജാമ്യ വ്യവസ്ഥയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ജാമ്യത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ 7 പ്രതികളുടെ ജാമ്യാപേക്ഷയായിരുന്നു ആദ്യഘട്ടത്തിലേക്ക് വന്നിരുന്നത്. ഇന്ന് 2 പ്രതികൾ കൂടി വന്നു. അങ്ങനെ 9 പ്രതികൾക്കാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 4 പ്രതികളുടെ കൂടി ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. എന്തായാലും ഈ കേസിലെ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ വലിയ രീതിയിൽ തന്നെ പ്രോസിക്യൂഷൻ ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. പ്രത്യേകിച്ച് ED കഴിഞ്ഞ ദിവസം, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇവർ ജാമ്യം തടയുന്നതിന് ഇതിലൊരു ആസൂത്രിതമായ ബോധപൂർവമായ ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നതാണ്. കാരണം ഇതിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ അതിൽ ഈ പ്രവർത്തകരാണ് ഇതിന് മുന്നിലേക്ക് വന്നത്. പക്ഷേ അതിനപ്പുറം ഈ പ്രവർത്തകർക്ക് അപ്പുറമായിട്ട് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൽ ഇവരുടെ മൊബൈൽ ഫോണുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന രീതിയിലേക്കെല്ലാം തന്നെ ED ഒരു നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. അതിന് കാരണം നേതാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഹ്വാനം നൽകുകയും അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയാണ് അവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കുകയും എല്ലാം തന്നെ ചെയ്തതെന്ന് ED പറഞ്ഞിരുന്നു. അപ്പോൾ അത് സാധൂകരിക്കുന്ന രീതിയിൽ അവർ സത്യവാങ്മൂലമെല്ലാം തന്നെ സമർപ്പിക്കുകയും ചെയ്ത് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അത് ഇനിയും അന്വേഷിക്കേണ്ടതുണ്ട്, ഈ അവസരത്തിൽ ജാമ്യം നൽകുക, അത് നിഷേധിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എന്തായാലും അതിനപ്പുറമാണ് അതിൽ ചുമത്തിയിരിക്കുന്ന ഈ വധശ്രമം എന്ന ഏറ്റവും സുപ്രധാനമായ വകുപ്പ്, അത് നിലനിൽക്കില്ല എന്നത് കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇവർ വാഹനങ്ങളെ ആക്രമിച്ചു
ആക്രമിക്കുക, വലിയ ബഹളമുണ്ടാക്കുക, ആൾക്കൂട്ടം ഒരു രീതിയിലേക്കെല്ലാം മാറുക, ഇതൊന്നും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കേസിന് ആസ്പദമായ സാഹചര്യം നമുക്കറിയാം. വലിയ രീതിയിൽ തന്നെ കേരളം ചർച്ച ചെയ്തതാണ്. ടോപ്പ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇതിപ്പോൾ എത്തി നിൽക്കുന്നത് ഏത് സമയത്തും കുറ്റപത്രം സമർപ്പിക്കാനടക്കമുള്ള ഒന്നാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനുള്ള മുഴുവൻ സാഹചര്യവും നിലനിൽക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ആ രീതിയിലേക്ക് അന്വേഷണം പോകുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിലടക്കം പരിശോധന നടത്തുകയും ആ പരിശോധനയ്ക്ക് ശേഷം പുറത്തു വന്ന ഉദ്യോഗസ്ഥരെ തടയുകയും ചെയ്യുന്ന രീതിയിലേക്ക് CPM പ്രവർത്തകർ മാറുന്നത്. ഈ തടഞ്ഞത് ഗൂഢാലോചനയാണ് എന്ന വാദത്തിൽ തന്നെയാണ് ED നിലനിൽക്കുന്നത്. എന്തായാലും നാളെ ബാക്കിയുള്ളവരുടെ കൂടി ജാമ്യാപേക്ഷകൾ കോടതിക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. പ്രോസിക്യൂഷന് ഇത് തിരിച്ചടി തന്നെയാണ്, സംശയമൊന്നുമില്ല. അവരുടെ വാദങ്ങൾ വധശ്രമമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ആ നിലപാട് സ്വാഭാവികമായും മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ അത് പ്രതിഫലിക്കില്ലേ? കാരണം ഇവിടെ വധശ്രമ കുറ്റം നിലനിൽക്കില്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. അത് അത്തരമൊരു നിരീക്ഷണമുണ്ട്. മാത്രമല്ല ഇവിടെ ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണമുണ്ടായി, അത് ഗൂഢാലോചന ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ വധശ്രമ കുറ്റം നിലനിൽക്കാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ മറ്റു പ്രതികൾക്കും ജാമ്യം ലഭിക്കാനല്ലേ സാധ്യത? ഡാനി, സ്വാഭാവികമായും ടോം, കാരണം അതിൽ ഒരു വലിയ സാധ്യത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിൽ കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ വധശ്രമം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ കോടതി പറഞ്ഞു ED ഉദ്യോഗസ്ഥരുടെ പരിക്ക് അത് അത്ര കണ്ട് ഗുരുതരമൊന്നുമല്ല, അത്ര വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 67 ദിവസം പ്രതികൾ പോലീസിൻ്റെ ഇപ്പോൾ കോടതിയിൽ അടക്കമുള്ള റിമാൻഡ് കാലാവധിയിലുണ്ട്. അപ്പോൾ അതായത് പോലീസിന് എപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ കസ്റ്റഡി അപേക്ഷകൾ നൽകാനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്നതാണ് കോടതി എടുത്തു പറയുന്നത്. പിന്നെ എന്തിനാണ് ഇവർ കസ്റ്റഡിയിൽ തുടരേണ്ടത്, അതായത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരേണ്ട സാഹചര്യം പിന്നെ എന്തിനാണ്? കാരണം ഇതിൽ വധശ്രമം അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനുപയോഗിച്ച ആയുധം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഇതിനു വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഒരു വാദത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴും അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയും മറുഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് കോടതിയുടെ നിരീക്ഷണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇനിയും ഇവർ കസ്റ്റഡിയിൽ തുടരേണ്ടത് എന്നത് കോടതി ചോദിക്കുകയും ചെയ്തത്. പ്രോസിക്യൂഷനെതിരെ തിരിഞ്ഞ് പ്രഥമ ദൃഷ്ട്യാ തന്നെ വധശ്രമം വകുപ്പ് അത് നിലനിൽക്കില്ല എന്ന് കോടതി പറയുന്നതും ഈ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായും ഇനിയും അടുത്ത പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇത് തന്നെയാവും അവിടെയും പ്രതിഫലിക്കുക. ഇത്തരം കാര്യങ്ങൾ തന്നെ അവർക്കും സഹായകരമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഈ വധശ്രമം നിലനിൽക്കില്ല എന്ന് കോടതി പറയുന്നതോടുകൂടി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പും ആരോപണവും എല്ലാം തന്നെ അവിടെ ഇല്ലാതാകുന്നു. അതുകൊണ്ട് ജാമ്യം ലഭിക്കാനുള്ള ഒരു അവസരം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നത്. കീഴ്ക്കോടതി 2 വട്ടം ജാമ്യം നിഷേധിച്ചു. ഇവരുടെയെല്ലാം ഇപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് വരുമ്പോൾ സുപ്രധാനമായൊരു കണ്ടെത്തൽ ഈ വധശ്രമം ഉള്ള കാര്യങ്ങൾ നിലനിൽക്കില്ല എന്നത് തന്നെയാണ്. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് അസോസിയേഷൻ പുനഃക്രമീകരണത്തിൽ സർക്കാർ നിയോഗിച്ച അഡ്ഹോക് കമ്മിറ്റിക്ക് തിരിച്ചടി. ആ വാർത്തയിലേക്ക് എത്താം. ഇടവേള കഴിഞ്ഞു. സ്പോട്ട് ലൈവ് തുടരുന്നു. പോലീസ് അസോസിയേഷൻ പുനഃക്രമീകരണത്തിൽ സർക്കാർ നിയോഗിച്ച അഡ്ഹോക് കമ്മിറ്റിക്ക് തിരിച്ചടി. അഡ്ഹോക് കമ്മിറ്റിക്ക് മേലുള്ള സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേ തുടരും. സ്റ്റേ റദ്ദാക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചു. അഡ്ഹോക് കമ്മിറ്റി അംഗം GR അജിത്തിന്റെ ആവശ്യം ഡിവിഷൻ ബെഞ്ച് തള്ളിയതിനെ തുടർന്ന് GR അജിത്ത് അപ്പീൽ പിൻവലിച്ചു. സിംഗിൾ ബെഞ്ചിൽ എതിർപ്പ് അറിയിക്കാനാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമിയും ഈ പോലീസ് അസോസിയേഷനുകളുടെ അതായത് അസോസിയേഷൻ അതോടൊപ്പം ഓഫീസ് അസോസിയേഷൻ 2 സംഘടനകൾ മാത്രം മതി, അതിൻ്റെ ഘടനകൾ പൂർണ്ണമായും പൊളിച്ചെഴുതുന്നു. ഇതിനെതിരെയാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ ഈ നീക്കത്തിനെതിരെയാണ് അസോസിയേഷൻ്റെ ചില അംഗങ്ങൾ കോടതിയെ സമീപിക്കുന്നത്. അതായത് അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് നിയമവിരുദ്ധമാണ്, അതായത് ആഭ്യന്തര വകുപ്പിൻ്റെ നടപടി നിയമവിരുദ്ധമാണ് എന്നിവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അസോസിയേഷൻ അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ എന്തായാലും വലിയ തിരിച്ചടി അഡ്ഹോക് കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്?
സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും സംഘടന രൂപീകരിക്കാനുള്ള ഭരണഘടനാവകാശത്തിന്റെ ലംഘനമാണെന്നുമായിരുന്നു ഹർജിയിൽ പറഞ്ഞിരുന്നത്. 47 വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയിലെ അംഗത്വം ഘടന പുനഃസംഘടിപ്പിക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമായില്ല. സായുധ സേന അംഗങ്ങളുടെ മൗലികാവകാശത്തിൽ മാറ്റം വരുത്തുവാൻ പാർലമെന്റിന് മാത്രമാണ് അധികാരമെന്നും ഹർജിയിൽ പറയുന്നുണ്ടായിരുന്നു. കേസിൽ വിധി വരുന്നത് വരെ ഉത്തരവ് നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഇക്കഴിഞ്ഞ 27-നായിരുന്നു ആഭ്യന്തര വകുപ്പ് കേരള പോലീസ് അസോസിയേഷൻ അംഗത്വ ഘടന പുനഃസംഘടിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് അസോസിയേഷൻ പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തത്. എന്തായാലും പോലീസ് സംഘടനയുടെ ഘടനാ മാറ്റം വരുത്തി സർക്കാർ ഉത്തരവിറക്കിയതിന് പിന്നാലെയായിരുന്നു DGPയുടെ നടപടിയും. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും പോലീസ് അസോസിയേഷൻ, സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നിലവിലെ ഭരണസമിതികളിലാണ് പിരിച്ചുവിട്ടത്. അഡ്ഹോക് കമ്മിറ്റിയെ പുതിയ ഭരണസമിതിയായും അംഗത്വം രൂപീകരിക്കുന്നതിന് വേണ്ടി DGP ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനെതിരെയായിരുന്നു ഈ അസോസിയേഷൻ ഭാരവാഹികൾ കോടതിയെ സമീപിച്ചത്. അതിനായിരുന്നു ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്ന ഉത്തരവ്. അത് സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. പോലീസ് അസോസിയേഷൻ പുനഃസംഘടിപ്പിച്ച ആഭ്യന്തര വകുപ്പ് സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എന്തായാലും കേസ് 3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. സ്വാഭാവികം. എന്തായാലും സിംഗിൾ ബെഞ്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് അറിയിക്കാനാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസമാണ് സിംഗിൾ ബെഞ്ച് ഈ നീക്കം, അതായത് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം നടപടി സ്റ്റേ ചെയ്തത്. എന്തായാലും 3 ആഴ്ചയ്ക്ക് ശേഷം ഇത് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ അസോസിയേഷൻ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുക? ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യമുണ്ട്. അതായത് ഗൗരവമുള്ള വിഷയങ്ങളാണ് ഇത്. ഇത്തരം വിഷയങ്ങളിൽ ആഭ്യന്തര വകുപ്പിന്, സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. അത് ഭരണഘടനാപരമായി ഇത്തരം ഒരു സംഘടനകൾ, സർവീസ് സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം സർക്കാർ ജീവനക്കാർക്കുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. പക്ഷേ സർക്കാർ ഇപ്പോൾ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് തന്നെ, അതായത് പോലീസ് അസോസിയേഷനും ഓഫീസേഴ്സ് അസോസിയേഷനും ഉണ്ട്, അതിനപ്പുറം എന്തിനാണ് കൂടുതൽ സംഘടനകളുടെ ആവശ്യം? അതിൽ പലപ്പോഴും രാഷ്ട്രീയപരമായ ഇടപെടൽ അടക്കം നടക്കുന്നുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ നടപടികൾ. എന്തായാലും 3 ആഴ്ചയ്ക്ക് ശേഷം ഇനി ഈ കേസിൽ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഒരു ഉത്തരവ് ഉണ്ടാകുമെന്ന് കരുതാമോ നവമി? ടോം, അങ്ങനെ തന്നെ കരുതാം. കാരണം എന്തായാലും ഇങ്ങനെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തന്നെയാണ് പോലീസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും സർക്കാരിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും ഈ സംഘടന രൂപീകരിക്കാനുള്ള ഭരണഘടനാ അവകാശത്തിന്റെ ലംഘനമാണെന്നുമാണ് ഈ പോലീസ് അസോസിയേഷൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. 47 വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയിലെ അംഗത്വ ഘടന പുനഃസംഘടിപ്പിക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമായിട്ടില്ല എന്നും കൂടിയായിരുന്നു ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശദമായ വാദം കേട്ടിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ സർക്കാരിന് തിരിച്ചടിയാകുന്ന ഒരു ഉത്തരവിലേക്ക് പോലീസ് എത്തിയത്. എന്തായാലും 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാർ ഇതിന്റെ വ്യക്തത, എന്തിനാണ് ഇപ്പോൾ ഇത് പുനഃസംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട പുനഃസംഘടന അത് എന്തിനാണെന്ന് വ്യക്തമാക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അതിൽ സർക്കാർ ഒരു വിശദീകരണം നൽകും. അതിനുശേഷമായിരിക്കും കോടതി ഒരു അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുക. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ആഭ്യന്തര വകുപ്പിനും അതോടൊപ്പം ഈ അസോസിയേഷൻ അംഗങ്ങൾക്കും ഈ ഹൈക്കോടതിയുടെ നിലപാട് നിർണായകമാണ്. തിരുവനന്തപുരം പാറശാലയിൽ മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പാറശാല പരശുവയ്ക്കൽ ഇടനാട്ടുകോണം ക്ഷേത്രത്തിലാണ് സംഭവം. ക്ഷേത്രമതിൽ ചാടിക്കടന്നെത്തിയ മോഷ്ടാവ് ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് കാണിക്കുകയും വിളക്കുകളും ഉൾപ്പെടെ കവർന്ന് കടക്കാൻ ശ്രമിക്കുന്നതിടെയാണ് പിടിയിലായത്. ജീവനക്കാർ നാട്ടുകാരുടെ സഹായത്തോടെ കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറുകയായിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് കോട്ടക്കോണം മഹാദേവ ക്ഷേത്രത്തിലും മല്ലികശ്ശേരി യക്ഷിയമ്മൻ ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, തുടർച്ചയായി ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണ പരമ്പര നടക്കുന്നു. ഇത് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കേസിൽ ഒരു പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് പിടികൂടാൻ കഴിഞ്ഞത്. പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇയാളൊരു സ്ഥിരം മോഷ്ടാവാണോ? ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം മോഷണം നടത്തുന്ന വ്യക്തിയാണോ? മറ്റ് 2 ക്ഷേത്രങ്ങളുടെ മോഷണത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ. അതിലും ഇയാൾക്ക് പങ്കുണ്ട്. ഹോട്ട്ലൈവ് തുടരുന്നു. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്.
കോട്ടയത്ത് ഒഴുക്കിൽപ്പെട്ട ഒരാൾ മരിച്ചു. അയർക്കുന്ന് സ്വദേശി ജിൻഡോ മാത്യു ആണ് മരിച്ചത്. കോട്ടയത്തെ പടിഞ്ഞാറൻ മേഖല വെള്ളത്തിൽ മുങ്ങി. ഇടവിട്ടുള്ള ശക്തമായ മഴ മലയോര മേഖലകളിൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ചേർത്തല കുമരകം കോട്ടയം റോഡിൽ വെള്ളം കയറിയതോടെ ഗതാഗതം നിരോധിച്ചു. വ്യാപക കൃഷിനാശവും ഉണ്ടായി. ഓണവിപണി കണ്ട് ഇറക്കിയ കൃഷിയാകെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. വലിയ നഷ്ടം നേരിടുകയാണ് കർഷകർ. സമാനമായ അവസ്ഥയാണ് ഇടുക്കി ജില്ലയിലും. ഇടുക്കി മലങ്കര കല്ലാർകുട്ടി പാമ്പ്ള ഡാമുകളിൽ റെഡ് അലേർട്ടാണ്. മലങ്കര കല്ലാർകുട്ടി പാമ്പ്ള ഡാമുകൾ തുറന്നിട്ടുണ്ട്. ഡാമുകളിൽ റെഡ് അലേർട്ട് ലെവലിലാണ് ജലനിരപ്പ്. പ്രധാന പാതകളിലടക്കം മണ്ണിടിച്ചിലുണ്ടായി. വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടു. പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. പ്രിൻസ്, എന്തായാലും ഈ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു. റെഡ് അലേർട്ട് ലെവലിലാണ് ജലനിരപ്പുള്ളത്. ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഈ ജനങ്ങളെ സംബന്ധിച്ച് ഈ വീടുകളിൽ നിന്നും മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ? നിലവിൽ അവിടുത്തെ ഒരു മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? നിലവിൽ ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഒറ്റപ്പെട്ട മഴ മാത്രമാണ് പെയ്യുന്നത്. കഴിഞ്ഞ രാത്രിയിൽ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. രാവിലെയോടെ പുലർച്ചയോടെ മഴ കുറയുകയും പിന്നീട് മഴ ഇപ്പോൾ നേരത്തെ മഴ മാത്രമാണുള്ളത്. പല മേഖലകളിലും തെളിഞ്ഞ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. നിലവിൽ ആശങ്കാജനകമായ സാഹചര്യം നിലവിൽ ഇടുക്കിയിലില്ല. എന്തായാലും ജില്ലയിലെ 3 ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മലങ്കര ഡാമിൽ നിന്ന് ഇന്ന് പുലർച്ചെ മുതൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം 50 സെന്റിമീറ്റർ ഉയർത്തിയായിരുന്നു 5 ഷട്ടറുകളിലൂടെ വെള്ളം ഒഴുക്കിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ തന്നെ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെങ്കിൽ പോലും മൂവാറ്റുപുഴയാറും തൊടുപുഴയാറും റെഡ് ലെവലിലേക്ക് എത്തിയതാൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് പുലർച്ചെ മുതൽ മഴ താഴ്ന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ വെള്ളം ഒഴുക്കുന്ന അവസ്ഥയുണ്ടായത്. ഒപ്പം കല്ലാർകുട്ടി പാമ്പ്ള പോലുള്ള ചെറുകിട അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം ഒഴുക്കുന്നുണ്ട്. ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമുകളായ കല്ലാറും ഇരട്ടയാറും റെഡ് അലേർട്ടിലാണ്. കഴിഞ്ഞ ദിവസം കല്ലാറിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകിയിരുന്നു. നിലവിൽ മഴ കുറഞ്ഞു നിൽക്കുന്നതിനാൽ ഡൈവേർഷൻ ഡാമുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. എന്തായാലും നിലവിൽ ഇന്ന് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ രാത്രി കാലങ്ങളിൽ വീണ്ടും മഴ പെയ്യുമോ എന്ന ആശങ്കയുമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ദിവസത്തെ പെയ്ത മഴയിൽ തന്നെ അതിശക്തമായ നിരവധി നാശനഷ്ടങ്ങൾ ജില്ലയിൽ ഉണ്ടായിരുന്നു. വലിയ ഉരുൾപൊട്ടലുണ്ടായി. 70ഓളം സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. 2 മരണം സംഭവിച്ചു. അങ്ങനെ വലിയ ദുരന്തം ഉണ്ടായ ഒരു സാഹചര്യം ജില്ലയിൽ ഉണ്ടായിരുന്നു. നിരവധി ഏക്കറുകൾ ഭൂമി നഷ്ടപ്പെട്ടു. ഒപ്പം നിരവധി പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ട സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം വരുന്ന ദിവസങ്ങളിൽ രാത്രിയിൽ ശക്തമായ മഴ പെയ്തെങ്കിൽ പോലും സമാനമായ രീതിയിലുള്ള വലിയ തോതിലുള്ള അപകടങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഇന്ന് തന്നെ വലിയ ആശ്വാസകരമായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ പ്രധാന പാതകളിലൊക്കെ മണ്ണിടിച്ചിലുള്ള ഗതാഗത തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രധാന അണക്കെട്ടുകളിലേക്ക്, അതായത് ഇടുക്കിയും മുല്ലപ്പെരിയാറും അടക്കമുള്ള പ്രധാന അണക്കെട്ടുകളിൽ നീരൊഴുക്ക് കൂടുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ഈ സമയം ഉണ്ടായിരുന്നത് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് പ്രധാന അണക്കെട്ടുകളിലെ ജലനിരപ്പ്. അതുകൊണ്ട് തന്നെ ഇടുക്കിയോ മുല്ലപ്പെരിയാർ പോലുള്ള പ്രധാന അണക്കെട്ടുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല. യെസ്, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്നാൽ കോട്ടയത്തെ സാഹചര്യം, കോട്ടയത്താണ് വലിയ നാശനഷ്ടങ്ങൾ, ഈ മഴയുമായി ബന്ധപ്പെട്ട കൂടുതൽ കെടുതികൾ, നഷ്ടങ്ങൾ ഒക്കെ സംഭവിച്ചത്. കോട്ടയത്ത് ഒഴുക്കിൽപ്പെട്ട് ഒരാൾ ഇന്ന് മരിച്ചെന്നൊരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. അയർക്കുന്നം സ്വദേശി ജിൻഡോ മാത്യു ആണ് മരിച്ചത്. കോട്ടയത്തെ പടിഞ്ഞാറൻ മേഖല ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യമുണ്ട്. ഇടവിട്ടുള്ള ശക്തമായ മഴ മലയോര മേഖലകളിൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ അനുഭവിച്ച ഇത്തവണ ഉണ്ടായത് കോട്ടയം ജില്ലയിലാണ്. കൂടുതൽ മരണങ്ങൾ, വലിയ നാശനഷ്ടങ്ങൾ, കൃഷിനാശം. ആദ്യ ദിവസങ്ങളിൽ കിഴക്കൻ മേഖലകളിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ വെള്ളം പടിഞ്ഞാറൻ മേഖലകളിലേക്ക് എത്തുന്നു. പലയിടങ്ങളിലും അതായത് വൈക്കം ഉൾപ്പെടുന്ന കുമരകം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ടോ? നിലവിൽ അവിടുത്തെ മഴ എങ്ങനെയാണ്? ഇപ്പോഴും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ടോ? ടോമ, ഞാനിപ്പോൾ ഉള്ളത് ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റോഡാണ്. വളരെ വീതിയുള്ള റോഡാണ്. അവിടെ ഏതാണ്ട് പൂർണ്ണമായും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുള്ളത്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ പല വീടുകളിലും ആളുകൾ തങ്ങിക്കിടപ്പുണ്ട്. പ്രത്യേകിച്ച് കിടപ്പ് രോഗികളായി ഉള്ള ആളുകൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഫയർഫോഴ്സിന്റെ ടീമാണ്, കോട്ടയത്തെ ടീമാണ്. നമുക്ക് അവരോട് സംസാരിക്കാം. സാറേ, ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലേ? ആളുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവരെയും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല.
ഏകദേശം 20 ഫയർ ടിങ്കുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കോട്ടയം പരിസര പ്രദേശങ്ങളിൽ. കൂടാതെ ഈരാറ്റുപേട്ട, പാല തുടങ്ങിയിട്ടുള്ള ഫയർ സ്റ്റേഷൻ്റെ അതിർത്തികളിലും ധാരാളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു, അവരും വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ഇപ്പം പല നിലയങ്ങളിൽ നിന്നായിട്ട് എറണാകുളം ഡ്രൈവിംഗ് അക്കാദമി, അതുപോലെ ക്ലബ് റോഡ്, ഗാന്ധിയാർ തുടങ്ങി എറണാകുളത്തുള്ള ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള ജീവനക്കാർ തുടങ്ങിയുള്ള എല്ലാവരും കൂടി ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കോട്ടയം നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രം. ഈ ആളുകൾ ഇപ്പോഴും ഈ വെള്ളം പെട്ടെന്ന് കയറി വരും എന്നുള്ളൊരു പ്രതീക്ഷയില്ല എന്നുള്ളതാണോ ഇവരുടെ ഒരു എന്താണ് സംഭവിക്കുന്നത്? ആളുകൾ അവിടെ തന്നെ ഇരിക്കുന്നത്? ആളുകൾക്ക് കാര്യം 2018 ഒരു പ്രളയം ഉണ്ടായി, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ഇവർ വീണ്ടും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇവർ വീണ്ടും വെള്ളം ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 2 നിലയൊക്കെയുള്ള ആളുകൾ അപ്പർ സ്റ്റെയറിലേക്ക് കയറി നിൽക്കുന്നു. അത് ഇന്നലെ ഇവിടെയും വെള്ളം കയറിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വെള്ളം കയറിയപ്പം ആളുകൾ വീണ്ടും വിളിച്ചു തുടങ്ങി. ഞങ്ങൾക്ക് കോളുകൾക്കനുസരിച്ച് ഞങ്ങൾ ഓടിയെത്തിക്കൊണ്ടിരിക്കുന്നു. ലോഡ് കൂടുതലാണ്, ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും വിളിച്ച് നിങ്ങൾ എത്തുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ അലംഭാവം അല്ലാന്ന് കൂടി ഓർക്കണം അല്ലേ? അതെ. ഞങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇവിടെ നല്ല അടിയൊഴുക്കുണ്ട്. അതുപോലെ ഞങ്ങൾ എല്ലാ ഫയർ ടിങ്കുകളിലും എഞ്ചിനുകളൊന്നുമില്ല, ഞങ്ങൾ തുഴഞ്ഞ് തന്നെയാണ് കയറി പോകുന്നത്. ഞങ്ങൾക്ക് ഈ ഭൂപ്രകൃതിയെക്കുറിച്ച് വ്യക്തമായൊരു ഐഡിയ ഉള്ള ആളുകളല്ല. നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി ഞങ്ങൾ വഴികൾ മനസ്സിലാക്കി ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് ആളുകൾ റെസ്ക്യൂ ചെയ്തുകൊണ്ട് പോയിരുന്നു. ഇവിടെ ഇപ്പോൾ ബോട്ട് പോവുകയാണ്. ഇതെന്താ ഇവര് ഇവിടെ നിന്ന് മാറ്റുകയാണോ വീട്ടിലേക്ക്? ഇപ്പോൾ ഒരു കിടപ്പ് രോഗി ഒരു 1 കിലോമീറ്ററിനുള്ളിലുണ്ട്. ആളെ രക്ഷിച്ച് അയക്കാൻ വേണ്ടി പോകുന്ന വഴിയാണ് ഞങ്ങളുടെ ഫയർ. എന്തായാലും 3 പേരുണ്ടോ? എങ്കിൽ വരാം. എന്നാ ശരി, ഓക്കെ. അദ്ദേഹം ജോലിയിൽ തുടരുകയാണ്. വലിയ കുത്തൊഴുക്കാണ് ടോം. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ 3 പേർ കിടപ്പ് രോഗികളുണ്ട്. അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അവിടേക്ക് പുറപ്പെടുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരായുള്ള പ്രവർത്തകരും ഒക്കെ നമുക്ക്, അതായത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരും എല്ലാവരും ഉണ്ട്. നമുക്ക് ആളുകളോട് സംസാരിക്കാം. ഈ ആളുകൾ ഈ അപ്പുറത്ത് ഒരുപാട് വെള്ളമുള്ള സ്ഥലമാണോ? ഹലോ ചേട്ടാ, അപ്പുറത്ത് ഒരുപാട് വെള്ളമുണ്ട് അല്ലേ? ഇവിടെ ഒരാൾ വെള്ളമുണ്ട് കണ്ടോ. അവർ ഇവിടെ ഈ ഇറങ്ങുന്നിടത്ത് അങ്ങോട്ട് കുറയും. അവിടെ ഒരു 2 പേർ അവിടെ അകപ്പെട്ട് നിൽപ്പുണ്ട്. അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത്രയും ലെവല് പ്രതീക്ഷിച്ചില്ലല്ലോ. ഇത് എത്ര സമയം കൊണ്ടാണ് ഇങ്ങനെ കയറുന്നത്? ഇത് ഇത്തവണ വെള്ളം കയറിയത് വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു 7 മണി തൊട്ട് 9 മണി വരെ പെയ്ത വെള്ളത്തിലാണ് ഒരു 5ഓളം ഉരുള് പൂഞ്ഞാറ് പൊട്ടിയത്. അപ്പോൾ അതിനുശേഷം ആണ് അവിടെ വെള്ളം, പൂഞ്ഞാറിൽ ഇന്ന് വരെ ഇല്ലാത്ത പോലെയാണ് ഈരാറ്റുപേട്ട വെള്ളം കയറിയത്. അപ്പോൾ അതിനുശേഷം ആ വെള്ളം ഇങ്ങോട്ട് താഴോട്ട് വന്നു. ഇന്നലെ മഴ പെയ്തല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇറങ്ങിപ്പോയില്ല. അല്ലെ സാധാരണഗതിയിൽ ഇറങ്ങിപ്പോകേണ്ട വെള്ളം തെളിഞ്ഞു. ഇവിടെയൊക്കെ ഇപ്പോൾ വെള്ളം തെളിഞ്ഞാണ് നിൽക്കുന്നത്. ആറ്റിൽ വെള്ളം തെളിയുന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് വെള്ളം ഇറങ്ങേണ്ടതാണ്. ആളുകൾ ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കുമല്ലേ ഇവർ? ഇന്നലെയൊക്കെ പലരോടും പറഞ്ഞാണ്. അത് 2018 ഫ്ലഡിൽ നമ്മൾ ഇതുപോലെ പലരോടും പറഞ്ഞാണ്. പക്ഷേ ആളുകൾ പോകാൻ കൂട്ടാക്കത്തില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ ഇതേപോലെ തന്നെ അന്ന് ഫയർഫോഴ്സ് വന്ന് പലരെയും പിന്നെ എടുക്കുമായിരുന്നു ലെവൽ കൂടിയപ്പോൾ. ടോമി, ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ വളരെ സാഹസികമായാണ് ഈ ബോട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതായത് വലിയ ഒഴുക്കാണ് കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബോട്ടിന് ഈ എഞ്ചിനൊന്നുമില്ല, എഞ്ചിനില്ലാത്ത ബോട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒഴുക്കിനിടയിൽ കൂടി കൊണ്ടുപോവുക എന്ന വലിയ സാഹസികമായ ദൗത്യമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാട്ടുകാരുടെ ഒക്കെ വലിയ സഹായം ഇവിടെ ഉണ്ട്. ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈ ഒഴുക്കിൽ കൂടി ഒരു സാധാരണ വള്ളത്തിൽ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരിക എളുപ്പമല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഫയർഫോഴ്സിന്റെ തന്നെ ടീം എത്തി ആളുകളെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നത്. അവരുടെ എഞ്ചിൻ ഇല്ല എന്നുള്ളത് അദ്ദേഹം ഉദ്യോഗസ്ഥൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാം എഞ്ചിനുള്ളതല്ല ഈ ബോട്ടുകൾ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഉദ്യോഗസ്ഥർ നടക്കുന്നത്. അതിനിടയിൽ സേവാഭാരതിയുടെ പ്രവർത്തകരും ഒക്കെ ഉണ്ട്. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ട്. സേവാഭാരതി അവര് ടീഷർട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് അവരെ നമുക്ക് അങ്ങനെ കാണാം. ഏതാണ്ട് അതേ കളർ തന്നെയാണ്. അങ്ങനെ നേരത്തെ പോയിടത്ത് CPM-ന്റെ പ്രവർത്തകരുണ്ടായിരുന്നു. അങ്ങനെ നാടൊന്നായി പലയിടത്തും നമുക്ക് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കാണാൻ സാധിക്കും. അങ്ങനെ രാഷ്ട്രീയമില്ല. ഒരു പ്രതിസന്ധി വന്നാൽ കേരളത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയം നോക്കുന്നില്ല. എല്ലാവരും ഇറങ്ങി നിന്നുകൊണ്ട് വലിയ ആവേശപൂർവ്വം ജനങ്ങളെ, കുടുങ്ങിക്കിടക്കുന്നവരെ, മനുഷ്യരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള
വലിയ ശ്രമമാണ് നടത്തുന്നത്. ഇതാ നോക്കിക്കഴിഞ്ഞാൽ ഇത് പേരൂർ റോഡാണ്. ഇത് റോഡാണോ പുഴയാണോ? ഒരുപക്ഷെ മീനച്ചിലാറിന് ഇത്രയും ഒഴുക്കുണ്ടോ എന്ന സംശയം തോന്നും. അത്രയും ഒഴുക്കിൽ ഇവിടേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇതുവഴി നടന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇതുവഴി പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. വീടുകളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ നിന്ന് കൊടുക്കാൻ പറ്റില്ല. വലിയ രീതിയിൽ കാല് ശരിക്കും കുത്താൻ പോലും പറ്റാത്ത നിലയിലുള്ള സാഹചര്യം പലയിടത്തും ഉണ്ട് എന്നുള്ളതാണ്. കാരണം അതെന്താണ്, ഇപ്പോൾ മഴയില്ല, പക്ഷേ ഈ വെള്ളം ജലനിരപ്പ് കൂടുന്നത്, വീടുകളിലേക്ക് വെള്ളം ഒഴുകി എത്തുന്നത് ഈ കിഴക്കൻ മേഖലകളിൽ പെയ്ത മഴ അത് ഈ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ടാണോ? സ്വാഭാവികമായി രാത്രി സമയങ്ങളിലൊക്കെ ഒരു വേലിയിറക്കം ഇല്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകില്ലേ? ഈ വെള്ളം ഇറങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യമുണ്ടോ? ടോം, അത് തന്നെയാണ് സാഹചര്യം. കോട്ടയത്തിന്റെ ഒരു സ്ഥിരം കാഴ്ച അങ്ങനെയാണ്. അതായത് പുഴ നനഞ്ഞു. അതായത് കോട്ടയത്തിന്റെ ഒരു സ്ഥിരം സാഹചര്യം അതാണ്. അതായത് ആദ്യ ദിവസങ്ങളിൽ കിഴക്ക് ഈ പൂഞ്ഞാർ പോലുള്ള മേഖലകളിൽ മഴ പെയ്താൽ തൊട്ടടുത്ത ദിവസം അത് താഴേക്ക് ഒഴുകിയെത്തുന്നു. അങ്ങനെ പൂഞ്ഞാറിന്റെയും പാലയുടെയും ഒക്കെ പ്രളയം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കഴിഞ്ഞാൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായില്ലെങ്കിൽ ആ മേഖലകളിൽ ഒരു വലിയ ദുരന്തം എന്ന് പറയാനില്ല. പക്ഷേ അവിടെയും ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ ഇല്ല. പക്ഷേ ഈ പടിഞ്ഞാറൻ മേഖലയുടെ ദുരിതം അത് വളരെ വലുതാണ്. അത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ കോട്ടയം നഗരത്തിന്റെ കിഴക്കൻ മേഖലകളാണ്. ഇവിടെയും അത്ര വലിയ ദുരിതം ഈ ദിവസങ്ങളിൽ വെള്ളം കയറി ഇറങ്ങി പോകുന്നു. ഇത് തൊട്ടപ്പുറത്താണ് മീനച്ചിലാറുള്ളത്. അതുവഴി വെള്ളം വരുന്നു, കയറുന്നു, ഇറങ്ങുന്നു, പോകുന്നു. ഇതേ ഉള്ളൂ ഇവിടുത്തെ സാഹചര്യം. അതിനപ്പുറത്തേക്കാണ് സാഹചര്യം അങ്ങ് പടിഞ്ഞാറൻ മേഖലയിൽ എന്നുള്ളതാണ്. അവിടെ ചില വീടുകളിലൊക്കെ 1 മാസം വരെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഈ ഏതാണ്ട് പല റോഡുകൾ ഉയർത്തിയത് കൊണ്ട് നാട്ടുകാർക്ക് ഗുണമുണ്ട്. കാരണം ഈ വാഹനങ്ങളൊക്കെ ആ റോഡുകളിലേക്ക് ഇത്തരം മേഖലയിലുള്ളതൊക്കെ ഉയർത്തി വെക്കാൻ സാധിക്കുന്നുണ്ട്. വെള്ളം പെട്ടെന്ന് കയറി വരുമ്പോഴൊക്കെ ഉയർത്തി വെക്കും. സാധാരണ ഈ വലിയ പാലങ്ങളുടെ മുകളിലായിരുന്നു. പാലങ്ങളെല്ലാം ആ മേഖലയിൽ ഉയർത്തിയാണ് പണിയാറുള്ളത്. അതിൻ്റെയൊക്കെ മുകളിലാണ് സാധാരണ വെക്കാറുള്ളത്. ഈ റോഡുകൾ വന്നതോടെ അവിടെയും വെക്കുന്നുണ്ട്. പക്ഷേ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് പലയിടത്തും തോടുകൾ അടയുകയും ഒക്കെ ചെയ്തതോടെ വെള്ളത്തിന്റെ ഒഴുക്കാകെ ബുദ്ധിമുട്ടിലാകുന്ന നില വരുന്നു. അതുകൊണ്ട് തന്നെ പല ഇത്തരം മേഖലകളിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ആ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 1 മാസത്തോളം പോലും വെള്ളം കെട്ടിക്കിടക്കുന്ന അപൂർവം വീടുകളെങ്കിലും ഉണ്ട്. എന്തായാലും കുറഞ്ഞത് 1-2 ആഴ്ചയെങ്കിലും ഈ മേഖലയിലൊക്കെ, ഈ പടിഞ്ഞാറ് മേഖലയിലൊക്കെ അത്രയും താഴ്ന്ന പ്രദേശങ്ങളിൽ തുടർച്ചയായി വെള്ളക്കെട്ട് ഉണ്ടാകും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അത് ഈ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ പഞ്ചായത്തുകൾ കുമരകം, ഐമനം, തിരുവാർപ്പ്, ആർപ്പൂക്കര അങ്ങനെയുള്ള പ്രദേശങ്ങളാണ്. വൈക്കത്തിന് തൊട്ടിപ്പുറത്തുള്ള ചില മേഖലകൾ അത്തരം പ്രദേശങ്ങളിലാണ്. എന്തായാലും അതാണ് ആ മേഖലയിലെ ഒരു സാഹചര്യം. നിലവിൽ ഈ വെള്ളം ഇപ്പോൾ കയറി പെട്ടെന്ന് ഈ ദുരിതമുണ്ടാകുന്നത് ഈ പുഴയിൽ നിന്ന് കയറി ദുരിതമുണ്ടാകുന്ന മേഖലകളാണ്. അത് ഇപ്പോൾ പാലയിൽ ഇന്നലെ കൊട്ടാരമുറ്റം ബസ് സ്റ്റാൻഡിൽ നിന്നും നഗരത്തിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയതാണ്. പക്ഷേ ഇന്നലെ രാത്രിയും ഒക്കെ അതിശക്തമായ മഴയാണ് പെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയൊക്കെയും വെള്ളം വീണ്ടും ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ന് വീണ്ടും കൊട്ടാരമുറ്റം ബസ് സ്റ്റാൻഡിലടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് ആ മേഖലയിലുള്ള ഒരു പ്രതിസന്ധി. പക്ഷേ ഈരാറ്റുപേട്ടയിൽ ഇന്ന് ഏതാണ്ട് രാവിലേക്ക് ശേഷം കാര്യമായ മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് അവിടെ കുറഞ്ഞിട്ടുണ്ട്, നിലച്ചിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളം ഇത് നാളെ വരെയും അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ താഴെയുള്ള മേഖലകളിൽ വെള്ളം കൂടും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ കോട്ടയത്തിൻ്റെ ഈ പടിഞ്ഞാറ് മേഖലയിലേക്കൊക്കെ വെള്ളം എത്തുന്നത് തുടരുക തന്നെ ആയിരിക്കും. ആ സാഹചര്യമായിരിക്കും എന്തായാലും ഉണ്ടാകുക. കേട്ടോ? യെസ്, വ്യക്തമാണ്. ജി ശ്രീജിത്താണ് സംഭവ സ്ഥലത്തു നിന്നും അവിടുത്തെ വിവരങ്ങൾ, ഗ്രൗണ്ട് റിയാലിറ്റി പങ്കുവച്ചത്. എന്തായാലും വലിയ ഒരു ആശങ്കപ്പെടുന്ന സാഹചര്യം നിലവിലില്ലെങ്കിൽ പോലും ആളുകൾ വീടുകളിൽ നിന്നും മാറേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം ജലനിരപ്പ് ഉയരുന്നു. പ്രത്യേകിച്ചും അത് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറ് മേഖലകളിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ
ഈ പറയുന്ന പോലെ നേരത്തെ ശ്രീത്ത് സൂചിപ്പിച്ചതുപോലെ പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള ഈരാറ്റുപേട്ട പൂഞ്ഞാർ അതല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ പെയ്ത മഴ, പാലായിൽ ഉൾപ്പെടെ പെയ്ത മഴ, ആ വെള്ളം പടിഞ്ഞാറൻ മേഖലകളിലേക്ക് ഒഴുകി വരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീടുകളിലേക്ക് നിലവിൽ വെള്ളം കയറുന്ന ആളുകളെ അവിടെ മാറ്റി പാർപ്പിക്കുകയാണ്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കോഴിക്കോട്ടെ സാഹചര്യം എന്താണെന്ന് കൂടി പരിശോധിക്കാം. കോഴിക്കോട് മഴയ്ക്ക് നേരിയ കുറവുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. കണ്ണാടിക്കൽ ഭാഗത്ത് നിന്ന് ആളുകളെ മാറ്റി 30 ക്യാമ്പുകളിലായി 862 പേരെയാണ് മാറ്റി പാർപ്പിച്ചത്. കക്കയം ഡാം തുറന്നതിനെ തുടർന്ന് കുറ്റ്യാടിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴകളിലും ജലനിരപ്പ് ഉയർന്നു. MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിൽ പോലും വെള്ളക്കെട്ട് വളരെ രൂക്ഷമായി നിൽക്കുന്നു. നമുക്കൊപ്പം ഈ ഒരു ചേട്ടനാണ് ഇപ്പോൾ വരുന്നത്, കക്കോടി ഭാഗത്തു നിന്നാണ്. ചേട്ടാ, ഏത് ഭാഗത്താ വീട്? എവിടെ ആയിട്ടാ വീട്? ശരിക്കും അവിടെയാണ്. പോകുന്നൊരു വീടുണ്ട്, അവിടെ വെള്ളം അവിടെ സാധനം എടുത്ത് വെച്ചിരുന്നത്. എവിടെ വരെ വെള്ളമുണ്ട്? ഈ കഴുത്ത് ഇവിടെ വീടുകളൊക്കെ മുങ്ങി ഏകദേശം. വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആണല്ലേ? അങ്ങോട്ട് കയറിയിട്ടുണ്ട് വീട്ടില്. അതായത് ചേട്ടൻ സാധനങ്ങൾ എടുത്ത് മാറ്റാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇവിടെ വീടുകളിലൊക്കെ ഏതാണ്ട് അരയ്ക്ക് മുകളിൽ കഴുത്തോളം വെള്ളത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇന്നലെ രാത്രി മുതൽ തന്നെ ആളുകളെ മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നീക്കം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ടായിരുന്നു. സമാനമായ സ്ഥിതി തന്നെയാണ് കണ്ണാടിക്കൽ, പറമ്പിൽത്താഴം, പറമ്പിൽ ബസാർ, അങ്ങനെ ഒരുപാട് മേഖലകൾ ഇപ്പോൾ വെള്ളക്കെട്ടിലേക്ക് മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ ഡാമുകളൊക്കെ തുറന്നു വിടുന്നതിനെ തുടർന്ന് വലിയ ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മഴയ്ക്കൊരു നേരിയ ശമനമുണ്ടെങ്കിൽ പോലും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചേട്ടാ, ഏത് ഭാഗത്താ വീട്? എവിടെ ആയിട്ടാ? അംഗനവാടിന്റെ അടുത്ത്, പിഞ്ചു അംഗനവാടിന്റെ അടുത്ത് നല്ല വെള്ളം. എവിടെ വരെ വെള്ളമുണ്ട്? അവിടെ ഒരാൾക്കുള്ള വെള്ളം അവിടെ ഉണ്ട്. എപ്പോഴായി വെള്ളം ഇത്രയും കയറി തുടങ്ങിയത്? അത് 12 കേസാപ്പോ രാത്രി 12 കേസാ കുഞ്ഞാ കയറാൻ തുടങ്ങിയത്. രാവിലെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ. പിന്നെ ഇപ്പൊ 12 കേസ് കയറിയില്ല. ഇപ്പൊ ഉച്ച കേസാ കേസോണി കൂടി. ഈ സാധനങ്ങളൊക്കെ മാറ്റിയായിരുന്നു? ഒക്കെ മുകളിലേക്ക് കയറ്റിച്ചാ. മുകളിലേക്ക് കയറ്റിച്ചേ. ഞങ്ങളിപ്പോ ഫോണിൽ ചാർജ് പോയി അപ്പൊ അതൊക്കെ ചാർജ് ആക്കാൻ വേണ്ടി വന്നാ. വീട്ടിലുള്ളവരെയൊക്കെ മാറ്റിയായിരുന്നു? ഓലക്കാടുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ട്? മുകളിൽ തന്നെ? വീട്ടിൽ നിന്ന് മുകളിൽ. എങ്ങനെ ചേട്ടന്റെ വീട് അവിടെ തന്നെയാണ്? തന്നെ 1 കിലോമീറ്റർ. അവിടെ വെള്ളം എങ്ങനെയുണ്ട്? വെള്ളം വീട്ടില് മുമ്പിൽ ഒരാൾക്ക് മേലെ വെള്ളമുണ്ട്. അകത്ത് വെള്ളമുണ്ട്, 2 സ്റ്റെപ്പ് വെള്ളമുണ്ട്. ചേറിന്റെ സാധനങ്ങളൊക്കെ മുകളിലേക്ക് മാറ്റി മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറെ ഒക്കെ എടുത്തേക്കാൻ പറ്റിയിട്ടുണ്ട്. കൊണ്ടാത്തൊക്കെ താഴത്തുണ്ട്. വലിയ പ്രശ്നമാണ്. നേരത്തെ 2018 ഇത്ര ഇതിൽ കൂടുതലുണ്ടായിരുന്നു? അത്രയായില്ല. അത്ര ആയിട്ടില്ല. പക്ഷെ നന്നായി വെള്ളം വരുന്നുണ്ടല്ലോ. 2 വീടും കൂടി വന്നാൽ 2000 വീട്ടിലാണ്. അത്ര കൊണ്ടത്തെ ആവും. അതായത് 2010 ഒരു ജലനിരപ്പ് ഇപ്പോൾ എത്തിയിട്ടില്ലെങ്കിൽ പോലും വൈകാതെ തന്നെ അവിടേക്ക് എത്തും എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. കാരണം ഓരോ മിനിറ്റിലും വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. കുറ്റ്യാടി ഈ അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നും പൂനൂർ പുഴ വഴിയൊക്കെ ഇങ്ങോട്ട് വെള്ളം എത്തുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പെയ്ത്ത് വെള്ളത്തിനപ്പുറം പുറത്തുനിന്നുള്ള വെള്ളം ഒഴുകി വരുന്നതാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നത്. എന്തായാലും വലിയ ഒരു വെള്ളപ്പൊക്കത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇന്നലെ മുതൽ ആളുകളെ ഈ മേഖലകളിൽ നിന്നും ഒഴിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. താമരശ്ശേരി, മുക്കം പോലുള്ള പ്രദേശങ്ങളിലൊക്കെയും മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് മുകൾ ഭാഗങ്ങളിൽ നിന്നും വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട്. അവർ ബോട്ടുകളിലും മറ്റുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കൂടുതൽ ആളുകളെ എത്തിക്കാൻ ഇതിപ്പോ അങ്ങോട്ട് പോയേക്കുമായിരിക്കും അല്ലേ? പോയിട്ട് അരമണിക്കൂറിൽ കൂടുതലായി. അങ്ങോട്ടൊക്കെ നല്ല വെള്ളമാണ്. അവിടേക്ക് തന്നെ ഒരാൾക്ക് 3/4 ഭാഗത്തോളം വെള്ളമുണ്ട്. പുഴവക്കത്തോടി തന്നെയാണ് പോകാനുള്ളത്. അപ്പൊ ഇന്നലെ മുതൽ നിങ്ങൾ ഒഴിപ്പിക്കൽ ആരംഭിച്ചാണ്? ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു 12:30 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഒരു 5-5:30 മണിയോട് കൂടിയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെ മാറ്റുന്നുണ്ടല്ലേ? ഒരുപാട് പേരെ മാറ്റിയിട്ടുണ്ട്. അത് പല സ്ഥലത്തുനിന്നായിട്ടാണ് മാറ്റിയത്. ചെറുവറ്റ, മൂയിക്കല്, ആ ഭാഗത്തു നിന്നൊക്കെ ആളെ മാറ്റിയിട്ടുണ്ട്. 2018 നിരപ്പായിട്ടില്ലെങ്കിലും ഏതാണ്ട് അങ്ങോട്ട് നീങ്ങുന്ന പോലെ. അതെ 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 2018 എത്തിയിട്ടില്ല. എന്നാലും ഏകദേശം രീതിയിലേക്ക് തന്നെ ഒഴുക്ക് കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിപ്പോ പെയ്ത്ത് വെള്ളമല്ല, ഒഴുകി വരുന്ന വെള്ളമാണ്. ഒഴുക്ക് വെള്ളമാണ്. ഈ പുഴയൊക്കെ ഏതാണ്ട് കവിഞ്ഞല്ലേ? പുഴയൊക്കെ കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ണാടിക്കൽ ഭാഗത്തൊക്കെ കാര്യമായിട്ട് കവിഞ്ഞൊഴുകാൻ ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ ഒരു 11 മണിയോട് കൂടിയിട്ട് തന്നെ പുഴയിൽ നിന്ന് വെള്ളം ഇപ്പം വയലിലേക്ക് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇതിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുന്നില്ല വെള്ളം, അതാണ് കെട്ടിക്കിടക്കുന്നത്. ഇതാണ് ഈ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും ഈ കക്കോടി, പറമ്പിൽ ബസാർ, തടമ്പാട് താഴം, കണ്ണാടിക്കൽ മേഖലകൾ വലിയ ഒരു വെള്ളക്കെട്ടിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒപ്പം മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും ഈ വെള്ളത്തിന് വരവിന് മാത്രം ശമനമില്ലാത്ത ഒരു അവസ്ഥയാണ്. വെള്ളിപ്പറമ്പിൽ ഒരു വീട് ഇടിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ പലയിടങ്ങളിലും മരങ്ങളും മറ്റും കടപുഴകി വീഴുന്നുണ്ട്. വീടുകളുടെ ഭാഗങ്ങൾ, അടുക്കളയും മറ്റും ഇടിഞ്ഞുപോയ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്തായാലും വലിയ ആശങ്കയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു പ്രളയ സമാനമായ സാഹചര്യം ആണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയുടെ അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇനി പത്തനംതിട്ടയിലേക്ക് പോകുന്നു. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, എന്താണ് പത്തനംതിട്ട ജില്ലയിലെ സാഹചര്യം? മഴയില്ലെങ്കിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. ആറന്മുള, റാന്നി തുടങ്ങിയ മേഖലയിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ട് തുടങ്ങുന്നത്. അതിപ്പോഴും കഴിഞ്ഞ 2 ദിവസമായി സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് ദുരിതം പ്രദേശവാസികൾ അനുഭവിക്കുന്നതിൽ തിരുവല്ലയാണ് ഏറെ. അപ്പർ കുട്ടനാട് മേഖലയുള്ള തിരുവല്ല, നിരണം, കടപ്ര തുടങ്ങിയ പെരിങ്ങര തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെ മിക്ക വീടുകളും വെള്ളത്തിനടിയിലായിട്ട് 2 നില വീടിന്റെയൊക്കെ 1 നിലയൊക്കെ മുങ്ങിയ അവസ്ഥയുണ്ട്. ഈ അവിടെയുള്ള താമസിക്കുന്ന ആളുകളെയൊക്കെ പിന്നീട് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിലർ ക്യാമ്പിലേക്ക് വരാതിരിക്കുന്നതാണ് ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. കാരണം ചിലർക്ക് വീട് വിട്ട് വരാനുള്ള മടിയുണ്ട്. പക്ഷേ ഈ പമ്പയാറ്റിലെ ജലനിരപ്പ് ഉയരുന്നതുകൊണ്ട് തന്നെ, മണിമലയാറ്റിലെയും പമ്പയാറ്റിലെയും ജലനിരപ്പ് ഉയർന്നുകൊണ്ട് തന്നെ ഈ തിരുവല്ല അപ്പർ കുട്ടനാട് മേഖല പൂർണ്ണമായും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ആറന്മുളയിലെ പല സ്ഥലങ്ങളിലും, ആറന്മുളയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഇറങ്ങാത്തൊരു സാഹചര്യമുണ്ട്. നിലവിൽ ഒരു റാന്നിയിൽ ഇന്നലെ മഴ പെയ്ത സമയത്ത് റാന്നിയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ആ മഴ പെയ്ത സമയത്ത് മഴ ചെളിയും വെള്ളമൊക്കെ കോരിക്കഴിഞ്ഞ് പൂർവ്വസ്ഥിതിയിലായതിനു ശേഷമാണ് രാത്രിയിൽ വീണ്ടും അപ്രതീക്ഷിതമെത്തിയ മഴയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ റാന്നിയിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാക്കി. കടകളിലും വീടുകളിലും ഒക്കെ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. എന്തായാലും മന്ത്രി വിഷ്ണുനാഥും റവന്യൂ മന്ത്രി അനിൽകുമാർ അടക്കമുള്ള മന്ത്രിമാര് സ്ഥലത്ത് ജില്ലയിൽ ക്യാമ്പ് ചെയ്താണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. അവലോകന യോഗം നടത്തുന്നു. കൃത്യമായി ക്യാമ്പുകളിൽ വേണ്ട കാര്യങ്ങൾക്കെല്ലാം അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. നിലവിൽ കൊല്ലത്ത് നിന്നും 7 ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളി ബോട്ട് അടക്കം സംഘം ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആറന്മുളയിലും റാന്നിയിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിലും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഒരു 15 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഡാം തുറന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അത്തരത്തിൽ കക്കാട്ടാറിന്റെ തീരങ്ങളും ഒപ്പം പമ്പയാറിന്റെ തീരങ്ങളിലും ഒക്കെ വെള്ളം വീണ്ടും നേരിയ തോതിൽ ഒരടി ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വെള്ളം താഴോട്ട് ഒഴുകിപ്പോകാൻ പറ്റാത്തൊരു കാര്യം. അതായത് റാന്നിയിൽ നിന്ന് വെള്ളം ഒഴുകിയാൽ പിന്നെ ആറന്മുളയാണ്. ആറന്മുള അടക്കം പിന്നീട് തിരുവല്ല, ചെങ്ങന്നൂര് ഇങ്ങനെ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ചെങ്ങന്നൂരും തിരുവല്ലയും ഒക്കെ ഈ കോഴഞ്ചേരിയൊക്കെ ഈ പമ്പയാറിന്റെ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ആ പ്രദേശങ്ങളിൽ വെള്ളം ഒഴുകി മാറാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പർ കുട്ടനാട് മേഖലയിലും വെള്ളം നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. വലിയ രീതിയിൽ ആളുകൾ ദുരിതം, സമാനതകളില്ലാത്ത ദുരിതം ആളുകൾ അനുഭവിക്കും എന്നുള്ളതാണ്. ഏറെ കൃഷികളും വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും. ഇത് മധ്യ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തവണ മഴക്കെടുതികൾ ഉണ്ടായത്. എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകളിൽ മഴ ശക്തമാണ്. മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മൂവാറ്റുപുഴ, ഇലാഹിയ നഗർ, കൊച്ചങ്ങാടി എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ടിൽ വലയുകയാണ് ജനങ്ങൾ. ജില്ലയിലെ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മൂവാറ്റുപുഴ താലൂക്കിൽ 4, കോതമംഗലം താലൂക്കിൽ 2, കുന്നത്താട് താലൂക്കിൽ 1 വീതം ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. തൃശ്ശൂരിലും സമാനമായൊരവസ്ഥയാണ്. തൃശ്ശൂർ കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ആലപ്പുഴ AC റോഡിലും വെള്ളക്കെട്ടാണ്. കോട്ടയം പൂർണ്ണമാവുന്നു.